ഇതിന്റെ മണ്ടയിലേക്ക് ചാടി കയറാൻ തോന്നുന്നു. പൊളി പൊളി അടിപൊളി. വാവ്, എന്താ കഥ, അടിപൊളി. അള്ളിപ്പിടിച്ച് കയറി പോവാ. അടിപൊളി അടിപൊളി. എന്റെ അമ്മൂ, ഇനിയിപ്പൊ താഴോട്ട് എങ്ങനെ ഇറങ്ങി? സെറ്റ് തന്നെ കേട്ടോ ഇതിന്റെ മണ്ടയിലൊക്കെ കയറാൻ. വാ, മുകളിൽ താഴോട്ട് നോക്കുമ്പോഴാണ് ചെറിയൊരു ഭയം. അതൊരു ഭയമാണോ പേടിയാണോ എന്നുള്ള ഒരു ഡൗട്ടാണ്. എന്തായാലും കയറിപ്പോയി, താഴെ ഇറങ്ങണമല്ലോ. ഇറങ്ങണ്ടേ? എന്തായാലും ഇവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് നിരങ്ങി ഇറങ്ങേണ്ടി വരുമോ? ഇത് പള്ളി ചവിട്ടി ഇറങ്ങാൻ ഒന്നും. അപ്പൊ ഇനി നമുക്ക് ഇതിൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പം അങ്ങോട്ട് കയറി പോവാന്നുള്ളത് ഡേഞ്ചർ സംഭവമാണ്. എന്നാലും നമുക്ക് ഈ കാട്ടിനകത്തൂരേക്ക് തന്നെ പോവാം. ഇവിടെ നിന്ന് ഭയങ്കര അഡ്വഞ്ചറാണ്. നോക്കി വരണേ ബാക്കിലോട്ട്, സൈഡ് കൂടി പോവല്ലേ. എന്റെ പൊന്നു പൊളി ചേട്ടാ. ഇവിടെ നിന്ന് ഒരു കാല് തെറ്റിക്കഴിഞ്ഞാൽ ഒരു 600 അടി താഴ്ചയിലിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ വളരെ സേഫായിട്ട് വേണം നമുക്ക് ഇതിൽ മൂവ് ചെയ്ത് പോകാനായിട്ട്. ഇതിൽ വാ വാ വാ. ഭയങ്കര റിസ്ക് പിടിച്ച സംഭവമാണ്. അടിപൊളിയാണ് സംഗതി. നല്ലൊരു സെറ്റ് വൈബാണ് ഇതുവഴി ഇങ്ങനെ പോവാൻ. ഒരു കുറ്റിക്കാടിനകത്തൂടെ ഒരു കൊക്കയുടെ മുകളിലൂടെ നല്ല പുളുപ്പം പില്ലുണ്ട്. ഇത് ദേഹത്ത് പിടിച്ചു കഴിഞ്ഞാൽ കയ്യെ കാറും. വാ, അടിപൊളിയാണ്. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വരുമ്പം ഈ ചെടിയാണ്. ഈ ചെടി എല്ലായിടത്തും കാണാൻ സാധ്യതയില്ല, ഇതിവിടെ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് പ്രാവശ്യം വന്നപ്പോൾ ഇത് നിറയെ പൂത്ത് നിൽക്കുകയായിരുന്നു. ഇത് എൻ്റെ പഴയ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിറയെ പൂത്ത് നിൽക്കുന്ന സംഭവമാണ്. അടിപൊളി സംഗതിയാണ്. അപ്പം കൊച്ചു കുറ്റിക്കാട് തട്ടി വീഴാതെ പുറകെ വരിക. അടിപൊളി സെറ്റ്. കുഴിയാണേ, കുഴി. അടിപൊളിയാണ്. ഏതായാലും നമ്മൾ താഴേക്ക് പോവാണ്. ഇനി ആ കുഴിയുടെ അകത്തോട്ട് പോകുമ്പം ഒരു കാവുണ്ട്. അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. അപ്പം ഇനി അകത്തോട്ട് പോകുന്ന അനുസരിച്ച് ഭയങ്കര ഒരു വൈബ് തന്നെയായിരിക്കും. കുറ്റിക്കാടാണ്. നല്ലൊരു കാടിനകത്ത്, ഒരു വനത്തിനകത്ത് വന്നൊരു വൈബാണ് ഇനി നിങ്ങൾ അനുഭവപ്പെടാൻ പോകുന്നത്. എൻ്റെ പൊന്നു, ഭയങ്കര റിസ്കിലാണ് ഇറങ്ങാൻ. ഇവിടെ ഇറങ്ങാൻ കുറച്ച് പാടാണ്. വാ, ഇവിടെ ഇനിയൊരു പാറ. ഈ കൊട്ട വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഒരു സുഖം. അടിപൊളി, സൂപ്പർ. ഇനി ഇങ്ങോട്ട് അക്കേഷ്യകൾ നട്ടിട്ടുണ്ട്. കുറെ അക്കേഷ്യകളുള്ള ഒരു കൊച്ചു വനം പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോകണം. നമ്മളൊരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പം ഈ പാറയുടെ മുകളിലേക്ക് പോകണം. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഏത് സൈഡിൽ കയറും എന്നുള്ളതാണ് ഇപ്പം ഒരു ചിന്താ വിഷയം. കുറച്ച് റിസ്ക് പിടിച്ച് ഒക്കെ വേണം നമുക്ക് ഈ പാറയുടെ മുകളിലോട്ട് പോകാൻ. പൊന്നോ, പിന്നെ മുകളിലേക്ക് പോകണം. ഇപ്പം വെയിൽ പോയി തണലായപ്പം ഒരു പ്രത്യേക സുഖമുള്ള കാറ്റാണ് ഇവിടെ. ഇതിന്റെ പുറത്ത് നല്ല ചൂടും നല്ലൊരു സെറ്റപ്പ്, നല്ല വെയിലാണ്. സെറ്റപ്പ് വെയിലാണ് പുറത്ത്. അപ്പോൾ ഏതായാലും ഈ കാട്ടിനകത്തൂടെ നടക്കാൻ നല്ല സുഖമുണ്ട്. ഏതായാലും നല്ല സൂപ്പർ. ഈ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ കൊടുങ്കാറ്റിൽ തനിച്ചായ ഒരു പാവപ്പെട്ട ആട്ടിടെ. ഏതായാലും ഈ കാട്ടിനകത്തൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടാണ്. ഇവിടെ നിന്ന് താഴേക്ക് പോകാൻ പറ്റും. കുറച്ച് അഡ്വഞ്ചർ ആയതുകൊണ്ട് പോകണില്ല. ഏതായാലും ഇതിൻ്റെ മണ്ടേ കൂടെ തന്നെ പോവാം. തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ അടുത്ത പാറ, സൂപ്പർ പാറ, അടിപൊളി. ഈ പാറ കാണുമ്പോൾ ഇങ്ങനെ വലങ്ങടിച്ച് കിടക്കാൻ സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ താഴെ പോകും. തൽക്കാലം കിടക്കില്ല. മുകളിലോട്ട് എൻ്റെ പൊന്നോ അള്ളി പിടിച്ചു കയറണം. ഓക്കെ, ഇനി അത് വഴി ഇനിയും താഴോട്ടല്ലേ. അയ്യോ, എൻ്റെ മണ്ടയിലോട്ട് കിടക്കുന്ന എന്താ പാറകൾ എന്ന് പറയുന്നത്. ഭയങ്കര പാറകൾ, സെറ്റ് സംഭവം. അയ്യോ, സംഭവം കുറച്ച് നടന്നപ്പോഴത്തേക്ക് ക്ഷീണിച്ചേട്ടാ. വീഴരുതേ പുറകിൽ നിന്ന്. ഇവിടെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. ഏതോ ഒരു ശിവക്ഷേത്രത്തിൽ മന്ത്രശ്ലോകങ്ങൾ, ഉച്ചാരണങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. പാറയുടെ മുകളിൽ എവിടെയോ ഒരു ക്ഷേത്രത്തിലാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നല്ല മുഴങ്ങി കേൾക്കാം.
വാ അടിപൊളി കേട്ടോ, സെറ്റ്, അടിപൊളി അടിപൊളി, സംഭവം പൊളിയാണ്. ഇവിടെയൊക്കെ ഇത്രയും ദിവസം വന്നിട്ട് ഇന്നത്തെ കൂടുതൽ ഒരു വൈബ് തോന്നിയില്ല കേട്ടാ. കുറെ പ്രാവശ്യം നമ്മൾ വന്നു, പക്ഷെ ഈ ഒരു ഭംഗി ഇതുവരെ കിട്ടിയില്ല. പക്ഷെ ഇതിപ്പോ വീഡിയോയിൽ കാണിച്ചു തരാനായതുകൊണ്ട് എല്ലായിടവും ഒക്കെ കണ്ടു പോവാണ്. അടിപൊളി, ഇതിന്റെ മണ്ടയിലൊക്കെ ചാടി കയറാൻ തോന്നുന്നു. പൊളി പൊളി അടിപൊളി. വാവ്, എന്താ കഥ, അടിപൊളി. മണ്ടയിലൊക്കെ അള്ളിപ്പിടിച്ച് കയറി പോവാ. അടിപൊളി അടിപൊളി. എന്റെ അമ്മോ, ഇനിയിപ്പൊ താഴോട്ട് എങ്ങനെ ഇറങ്ങി? അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇതിന്റെ മണ്ടയിലൊക്കെ കയറാൻ. വാ, ഇതിന്റെ മുകളിൽ താഴോട്ട് നോക്കുമ്പോഴാണ് ചെറിയൊരു ഭയം. അതൊരു ഭയമാണോ പേടിയാണോ എന്നുള്ള ഒരു ഡൗട്ടാണ്. എന്തായാലും കയറിപ്പോയി, താഴെ ഇറങ്ങണമല്ലോ. ആരോ ഇതുവഴി കയറി പോയിട്ടുണ്ട്, നല്ല കാൽപ്പാടുകളൊക്കെ കിടപ്പുണ്ട്. വല്ല കടുവ പുലിയാണോ, ഏതായാലും പൊളി സംഭവം തന്നെ. അങ്ങോട്ട് കാണാൻ പറ്റൂ. സെറ്റ്. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങണ്ടേ. എന്തായാലും ഇവിടുന്ന് വളരെ കഷ്ടപ്പെട്ട് നിരങ്ങി ഇറങ്ങേണ്ടി വരൂ. ഇത് പള്ളി ചവിട്ടി ഇറങ്ങാൻ ഒന്നുമില്ല, അതല്ലേ പ്രശ്നം. സ്ക്രീൻ നോക്കണം. നമ്മൾ വഴി മാറിയല്ലേ, നമ്മൾ നടന്നു വന്ന വഴി അപ്പുറത്തായിരുന്നു. എന്നാലും കൊള്ളാം. ഈ കല്ലും കട്ടയുടെ ഇടയിലും മരങ്ങള്, വാ അടിപൊളിയാണ്. സെറ്റ്. സ്ക്രീൻ നോക്കിയാ ഉണ്ടാ, അടിപൊളി. വാവ്, രക്ഷപ്പെട്ടു. ഏതായാലും എൻ്റെ യാത്രകളിലൂടെ നിങ്ങൾക്കും ഈ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. പൊളിയാണ്. സ്റ്റെപ്പ് സ്ഥലങ്ങൾ. ഇനി ഈ പാറയുടെ മണ്ടയിലും വലിഞ്ഞു കയറണമെന്നുണ്ട്, പക്ഷേ ആരോഗ്യം മോശമായതിന് ഞാനത് ഉപേക്ഷിക്കുന്നു. ഇനി ഏതായാലും മുകളിലോട്ട് പോകുന്നില്ല, താഴോട്ട് പോകാം. അതാണ് ആരോഗ്യത്തിന് നല്ലത്. വഴിയില്ല ഗെയ്സ്, വഴിയില്ല. ഈശ്വര, വഴി അടഞ്ഞു. ഇങ്ങോട്ടില്ല. ഉണ്ട് ഇവിടെ വഴിയുണ്ട്. അയ്യോ, അതിന്റെ മണ്ടേ കയറിയിരുന്ന് ഇതുവഴി ഇറങ്ങി വരായിരുന്നു. പക്ഷേ തേഞ്ഞൊട്ടി. വാ ഇങ്ങോട്ട് വാ. നമ്മളിപ്പോ അടിപൊളി സ്ഥലം ഇട്ടിട്ട് ഈ പാറയുടെ മുകളിലൊരു കാവുണ്ട്. നമുക്ക് ആ കാവ് പോയി കാണാം. വാ, അടിപൊളി തന്നെ കേട്ടാ. ഇവിടെ മൊത്തത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളും മദ്യക്കുപ്പികളും സിഗരറ്റ് തുടങ്ങിയ ലഹരി അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഒരു കൂട്ടമായ ശേഖരം തന്നെയുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഇപ്പൊ പോലീസിന്റെ പെട്രോളിംഗ് ഇവിടെ അധികമായിട്ട് വരുന്നത്. പോലീസുകാരുടെ ഒരു സാമീപ്യം എപ്പോഴും ഇവിടെ ഉള്ളത് നല്ലതാണ്. വാ, ഈ കുറ്റിക്കാട്ടിന്റെ നടുക്ക് മദ്യക്കുപ്പികളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു മദ്യക്കുപ്പികളുടെ മ്യൂസിയം ആണോ എന്ന് തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. എന്റെ പൊന്നൊന്ന് തിരിച്ചു പോകണമെങ്കിൽ വഴിയില്ലേ? ഏത് വഴി തിരിച്ചു? അടിപൊളിയല്ലേ? ഇവിടെ ഇരിക്കാൻ എന്ത് രസം, അടിപൊളി. അയ്യോ, ഈ പാറകൾ കയറി ഇറങ്ങി ആഴ്ച തുമിച്ച് പോയി പരിവായി. നമ്മുടെ സഹായി ഇവിടെ ഉണ്ട്. ഈ പാറയുടെ മുകളിൽ ഇതും കൊണ്ടുവന്ന് നമ്മളെയൊക്കെ സഹായിച്ചു. നമ്മുടെ സുധീഷ് ബ്രോ ആണ്, നമ്മളെ ചങ്കാണ്. സുദീപ് ബ്രോ ആണ്, പേര് മാറിപ്പോയി കേസ്. നമ്മളെ സുദീപ് ബ്രോ ആണ്. ആള് നോക്കണ്ട, ഒരു 26 വീലുള്ള വണ്ടി ഓടിക്കുന്ന 12 വീലുള്ള വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. വലിയ വലിയ ട്രിപ്പുകളൊക്കെ പോകണമെങ്കിൽ നമ്മുടെ സുദീപ് ബ്രോയെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ വണ്ടി സുരക്ഷിതമായി കൊണ്ടു തരുന്നതാണ്. പുള്ളി സ്ഥിരമായ ഒരു വണ്ടിയുടെ ഡ്രൈവർ അല്ല, ഇതുപോലെയുള്ള വാടക ഡ്രൈവറാണ്. ലീവ് ഓട്ടം മാത്രം ഓടുന്ന ഒരു വാടക ഡ്രൈവറാണ്. ആർക്ക് വേണമെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏത് കോണിലും, ഇന്ത്യയുടെ ഏത് മുക്കിലും കോണിലും മൂലയിലും പോയി വണ്ടി ഓടിച്ചു തരും. അതും കൂടെ റെക്കോർഡ് ചെയ്യണേ.
എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. അല്ല, ഒരാൾ ആദ്യം മെസ്സേജ് ഇട്ട് രണ്ടാമത് വീണ്ടും മെസ്സേജ് ഇട്ട് ഒരാൾ മെസ്സേജ് റിപ്ലൈ കൊടുക്കണ്ടേ എന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ? നമ്മളെ ഡ്രൈവർ ആറ് കിടുവാണ്. പാടാ പോവാ പിടി. അപ്പൊ നമുക്ക് ഈ കാട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. കാട്ടിൽ നിന്നല്ല, ഈ പാറയുടെ വേറെ വഴിയുണ്ടോ? വാങ്ങിട്ട് എനിക്ക് വയ്യ വീട് മാറി വീട്. ഫ്രെയിമിന്ന് ഔട്ടാവാൻ നോക്കിയോ? നീ ഏതില്ല? ഏതില്? ഇതിലേ പോകത്തുണ്ടോ? ഇതുകൊണ്ടൊരു വഴി, ആൾക്കാരുടെ കാൽപ്പാടുകൾ ഉണ്ടോ? ഇല്ലേ? പോയി നോക്കിയില്ലോ. എന്നാ വാ. ഇങ്ങോട്ടല്ല, ഇതില്. നമ്മൾ നേരത്തെ ഒരു വഴിയിൽ ഇറങ്ങിയായിരുന്നില്ല. ഏടാ, ഈ വഴിയിലാണ്, ഒരു നടവഴിയിലാണ് ഇറങ്ങി. നമ്മൾ ഈ പാറയുടെ മണ്ടേ കയറുന്നതിന് മുമ്പേ ഒരു വഴിയിൽ ഇറങ്ങിയായിരുന്നു. അയ്യോ, നമ്മൾ മറ്റേ ചുരുളിയിൽ അകത്തെത്തി കണക്കായി. അതിലേ അപ്പോഴാ നീ പോയിട്ടുണ്ടോ? നിന്നെ വിശ്വസിച്ചാണ് ഈ കൊടുങ്കാടി കയറുന്നത്. ഏതാ ഫുൾ കുപ്പിച്ചിലുണ്ട് കേട്ടാ. എടാ വീട് ഇത് നല്ല സീന്, നല്ലത് അടിപൊളിയായിട്ട് എടുത്തോ. എടാ അവിടെ ഇറങ്ങത്തില്ലടാ, അവിടെ അങ്ങോട്ട് ഇറങ്ങത്തില്ല. ആ എന്റെ പൊന്നി, ഇവിടെ ഭയങ്കര അഡ്വഞ്ചർ സ്ഥലം. എന്താ എങ്ങനെ പോവാ? നിറങ്ങിറങ്ങും പോവാണിത് കല്ല് ഒരു 600 അടി കൂടിയും കണ്ടുണ്ട് അവിടെ. ശിവ എന്നെ വഴി തെറ്റിച്ച്. എന്റെ പൊന്നി, ഇതുവരെയൊന്നും പോകത്തില്ലടെ. പണ്ട് പോയി, ഇപ്പം കാലാന്തരപ്പെട്ടപ്പോഴത്തേക്ക് വഴിയൊക്കെ മാറി. ഇതെങ്ങനെ പോകുന്നത്? വാ. നമ്മള് നേരത്തെ വന്ന വഴിയോടാ. എങ്ങനെ? ഇതിലേ ആ വഴിയെ പോവാൻ. വാ. ഇനിയിപ്പോ ഇതിന്റെ മണ്ടേന്ന് വീഴുന്ന മണ്ടേ അപ്പുറത്ത് പോയിട്ട് കയറാം. ഇടാ നമുക്ക് ആ ഇതില് പോയി ഒരുപാട് കയറാൻ പറ്റില്ല. അയ്യോ, വീണ്ടും കുഴിയായി, വീണ്ടും കൊക്ക കുഴി. ഇതിലൊന്നും പോത്തില്ല. വാ, നമ്മൾ നേരത്തെ വന്നല്ലോ ഒരു വഴി അങ്ങറ്റം പോകാനായിട്ട്. ആ വഴി ഇത്രയേ ഉള്ളോ? അപ്പൊ പിന്നെ ഇതിന്റെ അപ്പുറം അങ്ങനെ പോകും? ഏത് ഉണ്ടോ? ഇത് വഴിയാ? ഇതിലേ? അപ്പൊ എന്നാലും ഈ പാറ കയറണ്ടേ? പിടിച്ച് കയറിക്കോ കേട്ടോ. എന്റെ അമ്മ, വലത്തോട്ടാ എടുത്തോട്ടാ? ആ വഴിയാ? ആ വഴി പോണില്ല, അവിടെ പോണം. കാണാൻ കൊള്ളാം, പക്ഷെ ഇതുവഴി കയറി പോവുക എന്നുള്ളത് വളരെ ടാസ്കുള്ള പരിപാടിയാണ്. അടിപൊളി തന്നെ കേട്ടാ. അത് നോക്കിയാണ് അതിന്റെ അപ്പുറത്തോട്ട് കാണത്തുണ്ടോ? സ്ക്രീനിൽ കാണത്തുണ്ടോടാ? കാണുന്നുണ്ടോ? കുപ്പിച്ചില്ലുണ്ടേ, കാണുന്നുണ്ടോ? ഇല്ലേ കമ്പി ഇത് കയറണമെങ്കിലേ ഇല്ലേ?
ഈ വെയിറ്റ് കൊണ്ട് ഒരുപാട് നീ പിടിച്ചു തരണോ? ഓക്കെ. വാ അടിപൊളി ഇത് സെറ്റല്ലേ. ഞാൻ അങ്ങോട്ട് പോണ്ട ഇതിലേ പോ. ഫ്രെയിമിലുണ്ടോ? വാ അടിപൊളിയൊക്കെ. ഇത് അടിപൊളി. ഇവിടെ ഇങ്ങനെ സെറ്റല്ലേ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം നോക്കടാ. വാ അടിപൊളി. ഇത് നോക്ക്. ഇത് അമ്പൂ ചെല്ല്. ഒരു പ്രശ്നമില്ല. അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. നമുക്ക് ഇരുന്ന് തളച്ച മാറ്റിയിട്ടൊക്കെ കയറി പോവാം. പിന്നെ പയ്യന്മാർ സെറ്റ് ഇത്തിരി ആരോഗ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നെല്ലാം കാണാൻ പറ്റും. ഈ പാറകളുടെ ഇടയിൽ കയറാൻ പറ്റും. പ്രായമുള്ള ആൾക്കാർക്ക് എന്നത് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ കയറി വരിക എന്നുള്ളത്, പാറയുടെ മുകളിലേക്ക് കയറി വരുന്നതെന്നുള്ളത് ഇത്തിരി നല്ല ആരോഗ്യ സമ്പന്നരായ ആൾക്കാർ മാത്രം കയറി വരിക. മറ്റുള്ളവരൊക്കെ മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടുപോവുക. ഇത് ഒരു അഡ്വഞ്ചർ ട്രാവലിംഗ് ആയിട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരിക. ഏതായാലും പൊളി. എൻ്റെ പൊന്നു കൊള്ളാം. വണ്ടി തൊടില്ല ഞാൻ. ഇതിപ്പോ മറ്റേ ലവ് പ്രഭാസ് ആരിവനും അല്ലേ തള്ളി കളയട്ടടാ അതിനെ. ഇതെടുത്ത് അപ്പുറത്ത് വയ്ക്കാം. ഇല്ല ഇതിങ്ങനെ തള്ളിയാ ചിലപ്പോ മറ്റേല്ല ഹനുമാനാണെങ്കിൽ പറ്റും. ആഞ്ജനേയ ഹനുമാൻ അല്ലേ? സെറ്റല്ലേ? അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഹനുമാൻ. എന്ത് വാവ് പൊളി. അടി. അത് തന്നെ.